സന്നിധാനത്തെത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ നേരിയ കുറവ്. 82,173 പേരാണ് കഴിഞ്ഞ ദിവസം എത്തിയത്. ഇന്നു മുതൽ കൂടുതൽ ഭക്തജനങ്ങൾ എത്താനുള്ള സാധ്യതയുണ്ട്. മകരവിളക്ക് ദർശനത്തിനായുള്ള വ്യൂ പോയിന്റുകളിൽ ബാരിക്കേഡുകളും തൂണുകളും സ്ഥാപിച്ചു തുടങ്ങി. രാഹുൽ ജി നാഥ് അവിടെ നിന്നും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ഒട്ടേറെ പ്രത്യേകതകളുമുണ്ട്. കാരണം ഈ ദൈവത്തിലേക്കുള്ള ഏറ്റവും അടുത്ത വഴി, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നയാളെന്നുള്ള നിലയിൽ തന്ത്രിയെ കാണുന്നവരാണോ ഭക്തജനങ്ങൾ? അങ്ങനെ ഒരാൾ അറസ്റ്റിലായ സമയം കൂടിയാണ്. മറ്റ് തിരക്കുകൾ എന്തൊക്കെയാണ് അവിടെ? ഈ ബാരിക്കേഡുകൾ സ്ഥാപിക്കുന്ന ജോലികളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? തിരക്കുണ്ടോ? വിശദാംശങ്ങൾ പറയൂ രാഹുൽ. ഗുഡ് മോർണിംഗ്. അങ്ങനെ തന്നെയാണ്. അതായത് ഇന്ന് നമ്മൾ ഈ പുതിയ പ്രഭാതത്തിലേക്ക് കടക്കുമ്പോൾ എപ്പോഴത്തെയും പോലെയല്ല, തന്ത്രിയുടെ അറസ്റ്റിന് ശേഷമുള്ള ഒരു പ്രഭാതമാണ്. അപ്പോൾ ഇന്നലെ എന്തായാലും ഈ വാർത്ത പുറത്തേക്ക് വരുന്നത് ഈ ഉച്ചയ്ക്ക് നട തുറക്കും മുൻപാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. അപ്പോൾ മലയാളികളിൽ ചില ഭക്തർ ആശങ്കയോടുകൂടി ഈ വാർത്ത വീക്ഷിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് ഭക്തരെ സംബന്ധിച്ച് ഇപ്പോഴും അവർ സന്തോഷത്തോടു കൂടി ഇങ്ങോട്ടേക്ക് വരികയാണ്. എല്ലാവരെയും ഈ ഒരു ആശങ്ക ബാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. കാരണം ഇപ്പോൾ മറ്റൊരു തന്ത്രിയാണ് ഇവിടെ ഉള്ളത്. അവരെന്തായാലും ഈ അയൽ സംസ്ഥാനത്ത് നിന്ന് വരുന്ന അയ്യപ്പന്മാർ അവർ വന്നതിന് ശേഷം അയ്യപ്പ ദർശനത്തിന് ശേഷം പിന്നെ തന്ത്രി ഉൾപ്പെടെയുള്ളവരെ കാണുക, മേൽശാന്തിയെ കാണുക എന്നുള്ളത് അവരുടെ ചിട്ടയുടെ ഭാഗമാണ്. അവർക്ക് അതുകൂടി കണ്ട് മടങ്ങി പ്രസാദം വാങ്ങിയാൽ മാത്രമേ അവരുടെ ഈ ഒരു തീർത്ഥാടനം, അല്ലെങ്കിൽ ഈ ശബരിമലയിലേക്ക് വന്ന യാത്ര, അത് വലിയ തരത്തിലുള്ള ഒരു പൂർണ്ണതയിലേക്ക് എത്തും എന്നുള്ള വിശ്വാസത്തിലാണ് അവർ വരുന്നത്. മറ്റൊന്ന്, പിന്നീട് നമ്മൾ ഈ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരുമായൊക്കെ സംസാരിക്കുമ്പോൾ വല്ലാത്ത ആശങ്കയും വിഷമവും ഒക്കെ അവരുടെ ഉള്ളിലുണ്ട്, ഞെട്ടലുമുണ്ട്. ഉൾപ്പെടെ മേൽശാന്തി ഉൾപ്പെടെയുള്ളവർ ആ ഘട്ടത്തിൽ പ്രതികരിക്കാനൊന്നും തയ്യാറായിരുന്നില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരു ആശങ്ക അവരുടെയൊക്കെ ഉള്ളിലുണ്ട്. കാരണം ഈ ആചാരപരമായി ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം ഉള്ളയാളാണ്, പിതൃസ്ഥാനീയനാണ് ഈ തന്ത്രിസ്ഥാനത്തിരിക്കുന്നവർ. അപ്പോൾ അവർ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ആരോപണത്തിൽ അല്ലെങ്കിൽ അറസ്റ്റിലാകുമ്പോൾ വലിയ ആശങ്ക അവരുടെ ഭാഗത്തുണ്ട്. എന്തായാലും ഇനി സന്നിധാനത്ത് ഈ കാഴ്ചകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ തിരക്കിൽ നേരിയ കുറവുണ്ട്. കാരണം 80,000-ത്തിലധികം ഭക്തന്മാർ മാത്രമാണ് ഇന്നലെ വന്നത്. കാരണം 1,00,000 ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. എന്നാൽ ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ച ദിവസമാണ്. ഇന്ന് മുതൽ എന്തായാലും ആളുകളുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം 14-ാം തീയതി മകരവിളക്ക് കാണാനുള്ള ആളുകൾ ഇനി ഇവിടെ തമ്പടിക്കുന്ന കാഴ്ചയാണ്. കാരണം അന്യ സംസ്ഥാനത്തു നിന്നുള്ളവരാണോ രാഹുൽ അധികവും ഉള്ളത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ ഈ പറയുന്നത് പോലെ അങ്ങനെ കൃത്യമായി ഈ ആളുകളുടെ എണ്ണം തിരിച്ചുള്ള കണക്ക് കൃത്യമായി ഇല്ലെങ്കിൽ പോലും നമ്മൾ സംസാരിക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ ഈ ആശയവിനിമയത്തിനിടെ സംസാരിക്കുമ്പോഴും ഒക്കെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഈ ദിവസങ്ങൾ അടുപ്പിച്ച് വരുന്നത്. കാരണം അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി മകരവിളക്ക് കാണുക എന്നുള്ളതാണ്. മകരവിളക്ക് കാണുക എന്ന് മാത്രമല്ല, 1-2 ദിവസം അയ്യപ്പ സന്നിധിയിൽ ചിലവഴിക്കുക, ഇവിടെ ജീവിച്ച്, ഇവിടെ 2 ദിവസം ജീവിച്ച് ഇതെല്ലാം കണ്ട് മടങ്ങുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് വരുന്നത്. എന്തായാലും ഇന്നു മുതൽ വരുന്നവർക്ക് ഈ വ്യൂ പോയിന്റുകൾ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം പർണശാലകൾ നിർമ്മിക്കാനുള്ള പ്രത്യേക പോയിന്റുകളുണ്ട്. അവിടെയെല്ലാം ബാരിക്കേഡുകൾ നിർമ്മിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാക്കുന്ന നടപടിയിലാണ് ഇപ്പോൾ എന്തായാലും ഉള്ളത്. അപ്പോൾ എന്തായാലും ഏതാണ്ട് നിരവധി ഭക്തജനങ്ങൾ ഇനി എത്തും എന്നുള്ള കണക്കുകൂട്ടലാണ് ദേവസ്വം ബോർഡ് ഉള്ളത്. അവർക്ക് എന്തായാലും തിരിഞ്ഞു നോക്കാൻ സമയമില്ല. ഈ പറയുന്ന അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഒരുമിച്ച് ചേർന്ന് അവലോകന യോഗങ്ങളൊക്കെ നടത്തി അതനുസരിച്ചുള്ള മാറ്റങ്ങളും ഒരുക്കങ്ങളും ഒക്കെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയാം രാഹുൽ. എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. മകരവിളക്ക് ദർശിക്കാനുള്ള വ്യൂ പോയിന്റുകളിൽ അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ. എല്ലാ മനുഷ്യർക്കും മകരവിളക്ക് ദർശനത്തിന് സൗകര്യം ഉണ്ടാവട്ടെ.